പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോ പരിശോധിക്കാൻ പോകുന്നത്, നമുക്കൊരു വാഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ RC ബുക്ക് ഡിജിറ്റൽ രീതിയിൽ എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ പരിശോധിക്കാൻ പോകുന്നത്. നിങ്ങൾ വാഹനമുള്ള സുഹൃത്തുക്കൾക്ക് ഇത് വളരെയേറെ ഉപകാരമായിരിക്കും. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇത് പരിവാഹന്റെ ഒരു സൈറ്റ് ആണ് കേട്ടോ. അതിന് നമ്മൾ ക്രോം ബ്രൗസർ ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ RC ഡൗൺലോഡ് ഇവിടെ ഉണ്ട്. RC ഡൗൺലോഡ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഫസ്റ്റ് ഒരു ലിങ്ക് നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയി വരും. ഇതിൽ നമ്മൾ ഫസ്റ്റ് രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ പരിവാഹൻ ആപ്ലിക്കേഷൻ വഴി നമ്മൾ ഇത് ചെയ്യാൻ കേട്ടോ. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമുള്ള ഒരു മാർഗമാണിത്. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാനിപ്പോൾ എന്റെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ വാഹനത്തിന്റെ ചേസസ് നമ്പറിന്റെ ലാസ്റ്റ് 5 അക്കം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ RC ബുക്കിൽ നോക്കി തന്നെ, നമ്മൾ ഒറിജിനൽ RC ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. അത് ഞാനിവിടെ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം വാലിഡേറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഒരു ബോക്സ് കാണും, അത് നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടെ ജനറേറ്റ് OTP എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക്, നമ്മൾ ഈ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ഇതുപോലൊരു OTP വരും. നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ആ OTP ഇവിടെ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമുക്കിവിടെ ഷോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതിനെ ക്ലിക്ക് ചെയ്യുക. ഡിജിറ്റൽ RC ബുക്ക് നമുക്കിവിടെ ഡൗൺലോഡ് ആയി വന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ബാക്കിലോട്ട് പോകാനുള്ള ഫസ്റ്റ് ഓപ്ഷൻ, രണ്ടാമത് പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റ് എടുക്കാവുന്നതാണ്. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം സേവ് PDF ആയിട്ട് നമുക്കിത് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എവിടെ കാണുമെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഇനി നമുക്ക് ഇത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇത് അതിനേക്കാളും നമ്മൾ PDF ആക്കി വെക്കുന്നതിനേക്കാളും നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ക്രോപ്പ് ചെയ്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റ് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാ കണ്ടോ, നമുക്കിതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം അത് ക്രോപ്പ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഉപയോഗിക്കാം. അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഫോണിലൊരു ഫയൽസ് കാണുമല്ലോ, ആ ഫയൽസിൽ ഈ ഡോക്യുമെന്റ്സ് എന്ന ഭാഗത്ത് നമ്മുടെ ഈ PDF ഇവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് PDF ആയിട്ട് എടുത്ത് നമുക്കത് പ്രിന്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മാർഗമാണ്. നിങ്ങൾ ഇത് നോക്കുക. PDF ആക്കുന്നതിനേക്കാളും നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ക്രോപ്പ് ചെയ്തതിന് ശേഷം അത് പ്രിന്റ് ചെയ്യുന്നതാണ് വളരെ നല്ല രീതിയിലുള്ള ക്വാളിറ്റി അതിലാണ്. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.